പി വി അൻവറിന് ജാമ്യം നൽകിയിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. നേരത്തെ ഇതിൽ വാദം പൂർത്തിയായിരുന്നു. ചില കാര്യങ്ങൾ രണ്ട് ഭാഗവും ഇതിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പി വി അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. താനൂർ ജയിലിലാണ് പി വി അൻവർ ഇന്നലെ രാത്രി മുതൽ കഴിഞ്ഞിരുന്നത്. പി വി അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. നേരത്തെ ഇതിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ ചില കുറ്റകൃത്യങ്ങൾ PDPP ആക്ട് ചുമത്തുന്ന തരത്തിലേക്ക് പൊതുമുതൽ നശിപ്പിക്കുന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ഒപ്പം ഇതിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ആക്രമണം നടത്തുന്നു, ഇവർ മറ്റു കേസുകളിലും പ്രതികളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ഈ ജാമ്യാപേക്ഷയുടെ വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രോസിക്യൂഷൻ. അതിൽ 12 മണി മുതൽ കസ്റ്റഡിയിലുള്ളവരുടെ പേരുകൾ എന്തുകൊണ്ടാണ് FIR-ൽ ഇല്ലാത്തത് എന്ന ചോദ്യം അത് അൻവറിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നു. കോടതിയും ആ ചോദ്യം ചോദിക്കുന്നു. 4 മണിക്കൂർ നേരം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പേരില്ലാത്തത് എന്നതുൾപ്പെടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പി വി അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. താൻ പുറത്തിറങ്ങി വന്ന് ഇതിന് മറുപടി പറയും എന്ന് ഇന്നലെ തന്നെ അദ്ദേഹം ജയിലിലേക്ക് പോകുന്ന അവസരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പി വി അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. DFO ഓഫീസ് ആക്രമിച്ച കേസിൽ 1-ാം പ്രതിയാണ് പി വി അൻവർ. ഇന്നലെ വീട് വളഞ്ഞ് അതിനാടകീയമായാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പിന്നീട് വൈദ്യപരിശോധന, അതിനുശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതിൽ തങ്ങൾക്ക് സംശയമുണ്ട് എന്നതുൾപ്പെടെ DMK-യുടെ നേതൃത്വം ഇന്നലെ തന്നെ നമുക്ക് മുന്നിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ പി വി അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, അങ്ങനെ പി വി അൻവറിന് ജാമ്യം ലഭിച്ചു. അദ്ദേഹം എപ്പോൾ പുറത്തേക്കെത്തും? ഉറപ്പായും മാധ്യമങ്ങളോട് സംസാരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും അങ്ങനെ പി വി അൻവർ MLA-ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന്, അതായത് നിലമ്പൂരിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ ജാമ്യത്തിന്റെ ഒരു പേപ്പർ, അതായത് ആ നോട്ടീസ് ഇനി തവനൂർ ജയിലിലേക്ക് എത്തണം. തവനൂർ ജയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഇനി തവനൂർ സബ് ജയിലിൽ, സെൻട്രൽ ജയിലിലേക്ക് ഉള്ളത്. അവിടേക്ക് എത്തുന്നു. ഈ പേപ്പർ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ഇറങ്ങും. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുന്നത് ഒരു വലിയ ആഘോഷമാക്കി മാറ്റാൻ തന്നെയുള്ള ഒരു പുറപ്പാടിലാണ് ഇപ്പോൾ ഇത് DMK-യുടെ പ്രവർത്തകർ ഉള്ളത്. ഒപ്പം തന്നെ ഇന്ന് വലിയ വാദപ്രതിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. കാരണം ഇതിൽ പ്രോസിക്യൂഷൻ ഇന്ന് പ്രധാനമായും വാദിച്ചത് പുറത്തു നിന്നുള്ള ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വന്നത്, ഈ പ്രതിഷേധത്തിന് വന്നത്. അത്തരം ആളുകൾ വന്നതിന് ശേഷം പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഗൂഢാലോചന സംശയിക്കണം. ഇതിൽ പി വി അൻവറിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്, അദ്ദേഹത്തിന്റെ പ്രേരണയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കസ്റ്റഡി ആവശ്യപ്പെടുകയാണ് ഇന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായും ചെയ്തത്. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ ഈ കസ്റ്റഡി അപേക്ഷ, ജാമ്യാപേക്ഷ നൽകിയതിനു ശേഷമാണ് നൽകിയിട്ടുള്ളത്. MLA ഏത് നിമിഷം വേണം എങ്കിലും വരാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ഇന്നലെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു.